ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ശർക്കര വരട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നമുക്ക് കായ പൊളിച്ചെടുക്കാമേ. രണ്ട് സൈഡും ചെത്തിക്കളയണം. എന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് പൊളിച്ചെടുക്കാം. എന്നിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണേ. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഉപ്പ് പൊടി ഇട്ടിട്ട് അതിനകത്തിട്ട് വെക്കണം. എങ്കിലേ കറ പോകത്തുള്ളൂ. കറ പോകാൻ വേണ്ടി അങ്ങനെ ഇടുന്നത്. വെള്ളത്തിടുവാണേ. അങ്ങനെ എല്ലാം പൊളിച്ചെടുക്കാം. എല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം നല്ലതായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. കറയാണ് എല്ലാം നമ്മൾ കഴുകി വാരിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകി. എന്നിട്ട് ഞാനൊരു ഉണങ്ങിയ നല്ല കോട്ടൻ്റെ തുണിയും കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിയ ഇങ്ങനെ മുറിക്കണേ. നടുവേ ആദ്യം ഇങ്ങനെ മുറിക്കണം. മുറിച്ചിട്ടിങ്ങനെ കനം കുറച്ചരിയണം. ഒത്തിരി കനം കൂടിപ്പോലെ. കനം കൂടിക്കഴിഞ്ഞാൽ അകം വേഗത്തില്ല. അല്ലേ, ഈ കനം മതി. ഇത് പൊളിക്കുന്നുണ്ടെങ്കിൽ കയ്യെ കറയാകാതിരിക്കാൻ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ തൂക്കണം, അല്ലെ ഇച്ചിരി ഉപ്പുനീര് തൂത്തിട്ട് പൊളിച്ചാൽ മതി. ഇത് നല്ല പച്ചക്കായായിരുന്നു, അതുകൊണ്ട് ഭയങ്കര കറയായിരുന്നു. ഇങ്ങനെ നമുക്ക് മൊത്തം അരിഞ്ഞെടുക്കാമേ. ഇത് വേണമെങ്കിൽ അരിഞ്ഞ് വെള്ളത്തിലാണെങ്കിലും ഇടാം. ഞാനിപ്പം കഴുകി തുടച്ചുകൊണ്ട് ഇങ്ങനെ അരിയുന്നത്. അല്ലെങ്കിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ടാൽ മതി. ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു, അതാ ഒച്ചയെല്ലാം അടഞ്ഞിരിക്കുന്നത്. മൂക്ക് അടഞ്ഞ് തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുമോ, അതാ സൗണ്ടിന് വ്യത്യാസം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വറുത്തെടുക്കാമേ. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് എണ്ണ ചൂടായിട്ടേ ഇടാവൂ. ഞാൻ 1/2 കിലോ വെളിച്ചെണ്ണ മൊത്തം ഒഴിച്ചു. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ വേണം ഇതങ്ങോട്ട് ഇടാൻ. എന്നിട്ട് ചെറിയ തീയിലിട്ട് വേണം മൂപ്പിക്കാൻ, അല്ലേ ഉള്ളു വേഗാതാവും. ഇട്ടിട്ടൊരു ശകല സമയം കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണേ. ഇട്ട ഉടനെ ഇളക്കല്ലേ, ഒരു 3-4-5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇളക്കാവൂ. ചെറിയ തീ വേണം മൂക്കാൻ. ഇത് നല്ല കിലുങ്ങുന്ന പരുവമായേ. അന്നേരം ഒരു ശകലം വെള്ളം കുടഞ്ഞു കൊടുക്കണേ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ ആവി കയറിയിട്ട് അതിൻ്റെ ഉള്ളെല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ കൂട്ടിയിട്ട് കൊടുക്കണേ. വെള്ളം ഒഴിക്കുമല്ല, കുടഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കുന്നത് പോലെ. ഇതിനിപ്പോൾ ഉപ്പ് വേണ്ടല്ലോ. മൂത്തിട്ടുണ്ട്. രണ്ട് നല്ലതായിട്ട് കിലുകിലാന്ന് കിലുങ്ങുന്നുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി കിടക്കും എണ്ണയ്ക്കകത്തേന്ന്. നമുക്കിത് കോരാം. തീ കൂട്ടിയിട്ട് തന്നെ വേണം കോരാനേ. കോരുവാണേ. ഇങ്ങനെ കോരിയിട്ട് നമുക്ക് അടുത്തത് ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കാമേ. ഇത് കോരിയിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇങ്ങനെ വറുത്തെടുക്കാമേ. ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചൊഴിച്ചിട്ടുണ്ട്. അരിക്കണം, അത് അരിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് കുറുകി വരുന്നുണ്ട്, നമുക്കിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു 2-3 സ്പൂൺ പഞ്ചസാര കൂടെ ഇടുവാണ്. ശർക്കരയ്ക്കകത്തോട്ട് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുവാണേ. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി, നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും, അതിന് വേണ്ടിയാണേ. അതൊരു 1 നൂൽ പരുവാകണം. എന്നിട്ട് വേണം ഒരു നൂല് പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ ആയിട്ട് വേണം നമുക്കിട്ട് കൊടുക്കാൻ. ഇതായി വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. 1 നൂൽ പരുവം കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടാണേ. നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കയ്യിലൊട്ടും. ഇങ്ങനെ ഒട്ടുന്നുണ്ട്, അതുകൊണ്ട് കണ്ടോ, നൂല് പോലെ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പിന്നെ 1 മിനിറ്റ് കൂടെ ഇട്ടാൽ മതി. ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് സാധനമെല്ലാം ഇട്ട് കൊടുക്കാം.
ആയിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാമേ. വറുത്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടിട്ടാൽ മതി. ഞാൻ ആ വറുത്ത ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ് ഇട്ട് കൊടുത്തത്. എനിക്കുള്ള ഉരുളി വലിയ ഉരുളിയാണ്, അതുകൊണ്ട് ചെറിയ ഉരുളിയില്ല. അതുകൊണ്ട് ഞാൻ ആ ചീനച്ചട്ടി തന്നെ എണ്ണ മാറ്റിയിട്ട് ഇട്ടുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമേ. ഞാനൊരു 2 സ്പൂണ് ചുക്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാമേ. പിന്നെ ഏലക്കപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, അല്ല ചുക്കിൻ്റെ പൊടിയാണ് മുന്നിൽ നിൽക്കേണ്ടത്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് ഞാനിപ്പോൾ 1 സ്പൂണ് അരിപ്പൊടി ഇടുവാണേ. ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. അതൊന്ന് സെറ്റായി വരാനും മാത്രം. ഒത്തിരി ഇടുന്നില്ല, ഒരു സ്പൂൺ ഒരു ശകലം കൂടി ഇട്ട് നോക്കാം. നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടാതിരിക്കാൻ വേണ്ടി, ആ ശർക്കരയുടെ കുഴഞ്ഞിരിക്കുന്ന ഇത് മാറാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ചുക്കിൻ്റെയൊക്കെ നല്ല മണമൊക്കെ ഉണ്ട്. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇത് വറുത്ത് ഇങ്ങനെ ഉപ്പേരിക്കൊക്കെ ഇത് ആദ്യം വറുത്ത് വെക്കുന്നതിലോട്ട് വറുത്തൊരു ആറിക്കഴിയുമ്പോൾ ഒരു ടിന്നിനകത്ത് അടച്ച് വെച്ചാൽ പിന്നെ വേണ്ടുന്ന സമയത്ത് നമുക്ക് ശർക്കര ഇതുപോലെ പാനിയാക്കിയിട്ട് കുറച്ചാണേലും എടുക്കാം, ഒത്തിരി വറുത്തിട്ടുണ്ടെങ്കിൽ. ശർക്കര ഉരുട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. 1 കിലോ മേടിച്ചാണേലും ഏത്തക്ക മേടിച്ചാണേലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.